ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനും ഇഡി സമൻസ് അയച്ചു. മാർച്ച് ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ തന്ത്രി അടക്കം ജാമ്യത്തിൽ പുറത്താണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകളാണ് ഇനി അന്വേഷണ പരിധിയിൽ വരിക. അതിന്റെ ഭാഗമായാണ് ഇഡി നടപടി. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പ്രതികൾക്കൊക്കെ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. JSPA അടക്കമുള്ളവരെ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്തിരുന്നു. കൽപേഷിനെയും ജയറാമിനെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ തന്ത്രിക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മാർച്ച് മാസം ആദ്യ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊച്ചിയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും തന്നെയായിരിക്കും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ വാസു അടക്കമുള്ളവരെ SIT ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യുകയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നായിരുന്നു SITക്ക് അവർ മറുപടി നൽകിയിരുന്നത്. പക്ഷേ ഇതിലേതായാലും ED നടപടിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സാമ്പത്തിക ഇടപാടുകളടക്കം കുറച്ചുകൂടി കണക്കുകൾ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പിൽ ഇവരൊക്കെ തന്നെ കാണിക്കേണ്ടിയും വരും. ജിൽസി. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.